ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളുടെ ഹൃദയമായ ഇസ്ഫഹാൻ നഗരത്തിന് നേരെ അമേരിക്ക നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം പശ്ചിമേഷ്യയെ വിറപ്പിച്ചിരിക്കുകയാണ്. വെറും സാധാരണ ബോംബുകളല്ല, മറിച്ച് ഭൂമിക്കടിയിലെ കോൺക്രീറ്റ് കവചങ്ങൾ തുളച്ചു കയറാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഈ ദൗത്യത്തിനായി ഉപയോഗിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈനിക ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ഇസ്ഫഹാൻ. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർണായക ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 540 കിലോഗ്രാം അതീവ സമ്പുഷ്ട യുറേനിയം ഇറാൻ ഇസ്ഫഹാനിലെ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാന്റെ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഇസ്ഫഹാനിലെ ഭൂഗർഭ അറകൾ ഉപയോഗിക്കുന്നുണ്ട്. പർവ്വതങ്ങൾക്കും കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾക്കും താഴെ ഒളിപ്പിച്ചിരിക്കുന്ന ഈ കേന്ദ്രങ്ങളെ തകർക്കുക വഴി ഇറാന്റെ പ്രത്യാക്രമണ ശേഷി ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. സാധാരണ ബോംബുകൾ കെട്ടിടങ്ങളുടെ ഉപരിതലത്തിൽ തട്ടി പൊട്ടിത്തെറിക്കുമ്പോൾ ബങ്കർ ബസ്റ്ററുകൾ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത്. കട്ടിയുള്ള പാറക്കെട്ടുകൾക്കും മീറ്ററുകളോളം കനമുള്ള കോൺക്രീറ്റ് പാളികൾക്കുമുള്ളിലേക്ക് തുളച്ചു കയറിയ ശേഷമേ ഇത് പൊട്ടിത്തെറിക്കൂ. ലേസർ അല്ലെങ്കിൽ GPS ഗൈഡൻസ് ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ഇവ പതിക്കുന്നു. ഇതിലെ പെനട്രേറ്റർ മുനകൾ കോൺക്രീറ്റിനെ തുറന്ന് അകത്തെത്തിയ ശേഷം സെക്കൻഡുകൾ വൈകി സ്ഫോടനം നടത്തുന്നു. ബോയിങ് നിർമ്മിച്ച 30,000 പൗണ്ട് ഭാരമുള്ള മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ആണ് ഇതിൽ ഏറ്റവും കരുത്തൻ. B2 സ്പിരിറ്റ് പോലുള്ള അത്യാധുനിക വിമാനങ്ങൾക്കാണ് ഇവ വഹിക്കാൻ ശേഷിയുള്ളത്. ഇസ്ഫഹാനിൽ ഇതിന്റെ വിവിധ വകഭേദങ്ങളാണ് ഉപയോഗിച്ചത്. ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് ദുബായ് തീരത്ത് വെച്ച് കുവൈറ്റിന്റെ അൽ സൽമി എന്ന എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇതിനുള്ള മറുപടിയായാണ് അമേരിക്ക ഇസ്ഫഹാനെ ലക്ഷ്യമിട്ടതെന്ന് കരുതപ്പെടുന്നു. ഇസ്ഫഹാനിലുണ്ടായ സ്ഫോടനങ്ങളുടെ ആഘാതം കിലോമീറ്ററുകൾ അകലെ വരെ അനുഭവപ്പെട്ടതായും വലിയ തോതിലുള്ള തീപിടുത്തമുണ്ടായതായും ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വാൾസ്ട്രീറ്റ് ജേർണൽ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 4 മുതൽ 6 ആഴ്ച വരെയാണ് യുദ്ധത്തിനായി ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി. ഈ സമയത്തിനുള്ളിൽ ഇറാന്റെ നാവിക മിസൈൽ ശേഷി തകർക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോകത്തെ പ്രധാന എണ്ണപ്പാതയായ ഹോർമുസ് കടലെടുക്ക് ഉടൻ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല. സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയായാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാണെന്നാണ് സൂചന. സൈനികമായി ഇറാനെ തളർത്തിയ ശേഷം നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാനെ വരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിക്കും. ഇതിനായി യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സഹായം തേടാനാണ് വാഷിംഗ്ടണിന്റെ നീക്കം. എന്നാൽ ഇസ്ഫഹാൻ ആക്രമണം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം നടന്ന ആക്രമണം റേഡിയേഷൻ ഭീഷണി ഉയർത്തുന്നുണ്ടോ എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി നിരീക്ഷിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതും ഇറാന്റെ പ്രത്യാക്രമണ സാധ്യതയും എണ്ണവിലയെ ബാധിക്കും. പശ്ചിമേഷ്യയിലെ ഈ അസ്ഥിരത ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയെയും പ്രവാസികളുടെ സുരക്ഷയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക നടത്തിയ ഈ നീക്കം വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് ഇറാന്റെ പ്രതിരോധ കോട്ടകളെ തകർക്കാനുള്ള കൃത്യമായ പ്ലാനാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാണെന്ന് പറയുമ്പോഴും ഈ അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുകയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനം.